നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിനടുത്തുള്ള അമ്പലക്കുളങ്ങര ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്ര സന്നിധിയിലാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങിന് ഈ ക്ഷേത്രം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് ഒരു മഹാസുദിനമാണ്. നമ്മുടെ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 ആണ് വയനാട് അഞ്ചുകുന്നിൽ നിന്നും 7 ലക്ഷം രൂപ വിലമതിക്കുന്ന തേക്ക് മരം അവിടെയുള്ള ഒരു കർഷകരിൽ നിന്നും വാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. മുഖേന നിന്നും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പമ്പിച്ച ഘോഷയാത്രയായിട്ടാണ് ആ മരം നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് അന്ന് എത്തിച്ചിരുന്നത്. അതിനുശേഷം പാലശ്ശേരിയുള്ള ഇതിന്റെ മരപ്പണിക്കാരുടെ ഈർച്ച മരം ഏർന്ന് ക്ലിയറാക്കുകയും അതിനുശേഷം പയ്യന്നൂരുള്ള ബാലനാശാരിയുടെ നേതൃത്വത്തിൽ ആ കൊടിമരത്തിന്റെ എല്ലാ ശാസ്ത്രീയമായ രീതിയിലും അത് പണിത് പൂർത്തീകരിക്കുകയും കഴിഞ്ഞ 2023 സെപ്റ്റംബർ മാസം 23-ാം തീയതി ആ കൊടിമരം എണ്ണത്തോണിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു വർഷത്തിലേറെയായി ഇപ്പോൾ ക്ഷേത്രത്തിന്റെ തിരുമുമ്പിൽ കൊടിമരം എണ്ണത്തോണിയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോ ഈ മാസം ഇന്ന ദിവസമാണ് തന്ത്രി നമുക്ക് ഈ കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള സുദിനമായി നിശ്ചയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിമരം സ്ഥാപിക്കുന്നതിനുള്ള ആധാരശില സ്ഥാപിക്കുന്നത്. ആ മംഗള മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അടിസ്ഥാന ശിലാസ്ഥാപനം നടക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
വെച്ചിട്ടുള്ള എണ്ണ വളരെ ദിവ്യ ഔഷധമായിട്ടാണ് തന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ ആ കൊടിമരത്തിന് എണ്ണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ധാരാളം രോഗങ്ങൾക്കുള്ള ഒരു സിദ്ധ ഔഷധമായിട്ടാണ് ഈ കൊടിമരം തൈലാദിവാസം നടത്തിയ ആ എണ്ണ ഉപയോഗിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് ആ എണ്ണ ഇവിടെ നിന്നും വില കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത മാസം ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ ഈ ക്ഷേത്ര സന്നിധിയിൽ കൊടിമര പ്രതിഷ്ഠ, അതുപോലെ തന്നെ നവീകരണ കലശം, കൊടിയേറ്റ മഹോത്സവം എന്നീ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് സ്ഥലമില്ലാത്ത ചെറിയൊരു പ്രശ്നം കൂടി നമ്മൾ നേരിടുകയാണ്. ഇതിനൊക്കെ തന്നെ ഒരു വമ്പിച്ച സാമ്പത്തിക ബാധ്യത നമ്മൾക്ക് ഇന്ന് കമ്മിറ്റിക്കുണ്ട്. 1 കോടിയോളം രൂപയാണ് നമ്മൾ അതിനുവേണ്ടി കണക്കാക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും നിശ്ചയമായ സഹകരണമാണ് ഇന്നത്തെ ഈ ക്ഷേത്രത്തിന്റെ ഈ നിലയിൽ എത്തിച്ചത്. മേലിലും നമ്മളെ എല്ലാ ജനങ്ങളുടെയും ഒത്തൊരുമയോടുള്ള ആ പ്രവർത്തനം ക്ഷേത്രത്തെ ഉത്തരോത്തരം ഉയരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് നല്ലൊരു ഗ്രന്ഥാലയവും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രവും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടിമരം സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കൊടിയേറ്റ മഹോത്സവവും വമ്പിച്ച വിജയമാക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി പരിപാടികളും അതുപോലെ തന്നെ വിനോദ വിജ്ഞാന ചടങ്ങ് പരിപാടികളൊക്കെ തന്നെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുകയാണ്. എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനും അതിന്റെ എല്ലാ ചടങ്ങുകളെയും മംഗളകരമാക്കുവാനും ഭക്തജനങ്ങളുടെ മഹനീയ സാന്നിധ്യം കൂടി ഉണ്ടാകണം എന്ന് മാത്രം പറയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ വാദസമിതിയുടെയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ പ്രവർത്തനവും നാട്ടുകാരുടെ അങ്ങേയറ്റത്തെ പ്രവർത്തനവും എല്ലാം തന്നെ നമുക്ക് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് എന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി മധുവട്ടന്റെയും അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ ഒക്കെ അങ്ങേയറ്റത്തെ പരിശ്രമം ഒരു മടുപ്പില്ലാത്ത രീതിയിൽ എല്ലാം ഓരോ ദിവസവും വളരെ വളരെ ഉത്സാഹത്തോടുള്ള ഇതിന്റെ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഇതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ആ ശ്രമങ്ങളാണ് ഈ ക്ഷേത്രത്തെ ദൈവികമായ അനുഗ്രഹത്തോടുകൂടി ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു മഹാക്ഷേത്രമായി ഉയർത്താൻ സാധിച്ചത്. ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളും അതുപോലെ തന്നെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങളും നിരവധിയായ സംഭാവനകളും കാര്യങ്ങളും നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വിദേശത്തുള്ള നമ്മുടെ ധാരാളം ഭക്തർ ഇതിനു വേണ്ടി സംഭാവനകളും കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ സംഭാവനകൾ അർപ്പിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഈ കാണിക്ക വഞ്ചി നമ്മൾ ഇന്ന് ക്ഷേത്രം തന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. SPT കക്കട്ടിൽ ആണ് നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ SPT കക്കട്ടിൽ ശാഖയിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള അക്കൗണ്ടും തുറന്നിരിക്കുകയാണ്. ആ അക്കൗണ്ടിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സംഭാവനകൾ അർപ്പിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഇന്ന് നമ്മൾ ചെയ്തിരിക്കുകയാണ്.